ഇപ്പോൾ പി വി അൻവറിന്റെ വീട്ടിൽ നിന്ന് ഷബീർ ഉമർ കൂടി ചേരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും തന്റെ അതൃപ്തി തുറന്നു പറയുക ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താകും അടുത്ത നീക്കങ്ങൾ എന്ന് കൂടി നോക്കാം. ഷബീർ, ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അൻവർ പറയുന്നുണ്ട് VS ജോയ് തന്നെയാണ് നിലമ്പൂരിലെ മികച്ച സ്ഥാനാർത്ഥി എന്നാണ് പറയുന്നത്. അപ്പോൾ കടുത്ത അതിർത്തിയിൽ തന്നെയാണ്. 2 ദിവസത്തെ സമയം കൂടി പറയുന്നുണ്ട്. ഈ 2 ദിവസം എന്ന് പറയുന്നത് UDF-മായി കൂടിയാലോചന നടത്താനും തന്റെ ഉപാധികളിൽ ഒരു തീരുമാനമെടുക്കാനും വേണ്ടിയുള്ളതാണോ? ദിവ്യ, സ്വാഭാവികമായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം പി വി അൻവർ ആദ്യം മാധ്യമങ്ങൾ അദ്ദേഹത്തോട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു എന്ന് പറഞ്ഞപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞപ്പോൾ നല്ല കാര്യമെന്നായിരുന്നു ആദ്യം അദ്ദേഹം പറഞ്ഞത്. പിന്നീട് അദ്ദേഹം VS ജോയിയെ എന്തുകൊണ്ട് പിന്തുണയ്ക്കുന്നു, ആര്യാടൻ ഷൗക്കത്തിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്ന് വിശദമാക്കുകയാണ് ചെയ്തത്. അതിൽ തന്നെ ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം കൂടി ആര്യാടൻ ഷൗക്കത്തിനെതിരെ പി വി അൻവർ ഇന്ന് ഉന്നയിച്ചു. ഇതുവരെ പറയാത്ത കാര്യമാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആര്യാടൻ ഷൗക്കത്തിനെതിരെ പി വി അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും ഗുരുതരമായ ആരോപണം 3 മാസം മുമ്പ് ആര്യാടൻ ഷൗക്കത്ത് CPM-ന്റെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി CPM നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം CPM-ന്റെ കീഴ്ഘടകങ്ങൾ, അതായത് ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി അടക്കമുള്ള കീഴ്ഘടകങ്ങൾ ഇക്കാര്യം വേണ്ട, ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തതോടെയാണ് അദ്ദേഹം പിൻവാങ്ങി വീണ്ടും UDF-നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതെന്ന ഗുരുതരമായ ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത്, അതോടൊപ്പം തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ആര്യാടൻ ഷൗക്കത്തിനോട് വ്യക്തിപരമായി തനിക്കൊരു പ്രശ്നവുമില്ല, ഒപ്പം തന്നെ VS ജോയിയോട് വ്യക്തിപരമായ ഒരു മമതയുമില്ല, അദ്ദേഹം തന്റെ ബന്ധുവൊന്നുമല്ല എന്നാണ് VS ജോയിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ചില കാര്യകാരണങ്ങൾ സഹിതം അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നിലമ്പൂർ പോലെയൊരു മലയോര മണ്ഡലത്തിൽ സ്വാഭാവികമായും സ്ഥാനാർത്ഥിയാകേണ്ടത് VS ജോയിയെ പോലൊരു സ്ഥാനാർത്ഥിയായിരുന്നു, ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാകേണ്ടിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരിട്ടറിയാം, അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജനവികാരം തനിക്കറിയാം, അതുകൊണ്ടാണ് താൻ VS ജോയിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിന് നിലമ്പൂർ മണ്ഡലത്തിൽ ജനസ്വാധീനമില്ല എന്നുകൂടി പി വി അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പറയുകയാണ് പി വി അൻവർ. ഒപ്പം തന്നെ ഇതൊരു സമ്മർദ്ദ തന്ത്രമല്ല, താൻ പിണറായി വിജയനെതിരെയുള്ള പോരാട്ടമാണ് ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ രാഷ്ട്രീയം ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ്, സംശുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആളായതുകൊണ്ടാണ് താൻ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്, അല്ല സമ്മർദ്ദ തന്ത്രമല്ല, തനിക്കൊന്നും നേടാനില്ല എന്നുകൂടി പി വി അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പമാണ് പി വി അൻവർ ഒരു ലൂപ്പ് ഹോൾ അപ്പുറത്ത് വെച്ചു പോകുന്നത്. അതായത് 2 ദിവസത്തെ സമയം എന്ത് തീരുമാനമെടുക്കണം ഈ ആര്യാടൻ ഷബീർ, ഇവിടെ ഈ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് UDF-നൊപ്പം തന്നെ പി വി അൻവർ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ പി വി അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ചില ആവശ്യങ്ങളിൽ തീരുമാനമാകാനിടയുണ്ട് എന്ന് തന്നെയാണോ അൻവറും കൂട്ടരും കരുതുന്നത്? തീർച്ചയായും സ്വാഭാവികമായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം VD സതീശൻ മാത്രമല്ല ലീഗ് നേതാക്കളും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. പി വി അൻവർ UDF-മായി സഹകരിച്ച് തന്നെ പ്രവർത്തിക്കും, മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ കാര്യമായ ചർച്ചകൾ പി വി അൻവറുമായി നടത്താൻ തന്നെയാണ് സാധ്യത. ആ നിലയ്ക്കായിരിക്കും 2 ദിവസത്തെ സമയം പി വി അൻവർ പറയുന്നത്. അതിന് അദ്ദേഹം കാരണം പറയുന്നത് ഏതൊക്കെ ആവശ്യങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഷബീർ? ദിവ്യ, പ്രധാനമായും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മുന്നണി പ്രവേശനം എന്ന ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായില്ല എന്ന് മാത്രമല്ല, അത് അന്തിമമായി നീളുന്ന സാഹചര്യം കൂടിയുണ്ടായി. പ്രത്യേകിച്ച് ഇപ്പോൾ അല്പസമയം മുമ്പ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് കോഴിക്കോട്ട് ചേർന്ന UDF യോഗത്തിൽ എല്ലാം തീരുമാനമായിരുന്നു, UDF കൺവീനർ ഇക്കാര്യത്തിൽ തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു എന്നാണ്. എന്നാൽ അന്നത്തെ UDF കൺവീനർ അന്ന് പറഞ്ഞത് പി വി അൻവറിന്റെ കാര്യത്തിൽ VD സതീശൻ അന്തിമമായൊരു തീരുമാനമെടുക്കും, പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്തിമമായി തീരുമാനമെടുക്കും. ഒപ്പം തന്നെ അദ്ദേഹം ഒരാഴ്ചത്തെ സമയം കൂടി പറഞ്ഞിരുന്നു. അതായത് പി വി അൻവറിനെ മാത്രമായി സഹകരിപ്പിക്കണമോ, അത് മുന്നണിയിൽ തൃണമൂൽ കോൺഗ്രസായി സഹകരിപ്പിക്കണമോ, മുന്നണിയുടെ ഭാഗമാക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം പ്രതിപക്ഷ നേതാവ് പറയുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വന്നില്ല എന്ന് മാത്രമല്ല, അതിൽ പി വി അൻവറിന് കടുത്ത നിരാശയുണ്ടായിരുന്നു. അദ്ദേഹം VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി ഈ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതുമാണ്. അപ്പോൾ അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നില്ല എന്നൊരു കടുത്ത അതിർത്തിയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും പ്രധാനമായും പി വി അൻവർ ചർച്ച നടത്തുക. ഒപ്പം തന്നെയാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, UDF-നെ ഏകപക്ഷീയമായി പിന്തുണക്കുകയാണെങ്കിൽ തനിക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിതമായൊരു മണ്ഡലം ഉണ്ടാകുമെന്ന കാര്യം കൂടി അദ്ദേഹം ഉറപ്പുവരുത്തും. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെ കൂടി സംരക്ഷിക്കാമെന്ന ഉറപ്പ് UDF നേതൃത്വത്തിൽ നിന്ന് ഉറപ്പാക്കിയതിനു ശേഷമായിരിക്കും പി വി അൻവർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക. ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പി വി അൻവർ പറയുന്നത്. അത്തരമൊരു തീരുമാനത്തിലേക്ക് അദ്ദേഹം കടക്കുമെന്ന് നമുക്ക് കരുതാൻ വയ്യ ഈ ഒരു ഘട്ടത്തിൽ. കാരണം അങ്ങനെ മത്സരിച്ചാൽ പോലും, പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായും അത് താരതമ്യേന അത് ഗുണം ചെയ്യുക LDF-നായിരിക്കും. അതുകൂടി അദ്ദേഹത്തിന് തിരിച്ചടിയാകും, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി കൂടി തിരിച്ചടിയാകും. നിലമ്പൂരിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകും എന്ന ഉറച്ച ബോധ്യമുണ്ട് PV അൻവർ. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസത്തെ സമയം പറഞ്ഞിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് എന്തായാലും നിലവിൽ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുകൂടി PV അൻവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒപ്പം VS ജോയ് തന്നെയായിരുന്നു മികച്ച സ്ഥാനാർത്ഥി എന്നുകൂടി പറയുന്നുണ്ട്. ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ UDF നേതൃത്വമായി കൂടിയാലോചനകളും ചർച്ചകളും നടക്കും. അൻവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിൽ ഒരു സമവായത്തിലെത്തും എന്ന് തന്നെയാണ് അൻവറും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളും ചർച്ചകളും തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക. ഷബീർ ഉമറാണ് PV അൻവറിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.